തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കോട്ടക്കലിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വാങ്ങിയ റെഫ്രിജറേറ്റർ 1 മാസത്തിനകം തകരാറിലായി. നിയമ പോരാട്ടത്തിനൊടുവിൽ മൂന്നിയൂർ സ്വദേശിയായ ഉപഭോക്താവിന് 1,28,000 രൂപ നൽകാൻ ഉത്തരവിറക്കി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി കുന്നുമ്മൽ അഹമ്മദ് ഹാജിയുടെ മകൻ സെയ്ദ് കോയ അഹമ്മദ് എന്ന കോയമോനാണ് നിയമപോരാട്ടം നടത്തി ഉത്തരവ് സമ്പാദിച്ചത്. 2020 വാങ്ങിയ 68,000 രൂപ വിലയുള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 1 മാസത്തിനുള്ളിൽ തകരാറിലാവുകയായിരുന്നു. ഒരു കമ്പനിയുടെ റെഫ്രിജറേറ്റർ വാങ്ങാനാണ് കോട്ടക്കലിലെ സ്ഥാപനത്തിലെത്തിയത്. എന്നാൽ സെയിൽസ്മാൻ പറഞ്ഞത് പ്രകാരം തകരാറിലായി സർവീസ് ഗ്യാരണ്ടി ഉറപ്പു നൽകിയതിനാലാണ് വാങ്ങിയതെന്നും, എന്നാൽ പിന്നീട് നിരവധി തവണ തകരാറിലാവുകയും അത് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചതെന്നും കോയമോൻ പറഞ്ഞു. 68,000 രൂപ കോട്ടക്കലിലെ കടയുടമയും 1,00,000 രൂപ സർവീസ് ചെയ്യുന്ന കമ്പനിയും 10,000 രൂപ റെഫ്രിജറേറ്ററിൻ്റെ കമ്പനിയും നൽകണമെന്നാണ് ഉത്തരവ്. പിന്നെ 2020 ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങാണ്. എൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജ് കേടുവന്നിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന LGയുടെ ഫ്രിഡ്ജ് കേടുവന്നപ്പോൾ നന്ദിലത്ത് ജിമാർട്ട് എന്ന ഷോപ്പ് കോട്ടക്കലിൽ പോയിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോയി. അപ്പോൾ എൻ്റെ മനസ്സിന് സാംസങ് ഫ്രിഡ്ജ് വാങ്ങണമെന്നായിരുന്നു. കാരണം നേരത്തെ LG ഒരു വാഷിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് ഫുള്ളി വാഷിംഗ് മെഷീൻ വീട്ടിലുണ്ടായിരുന്നത് കേടുവന്നപ്പം അവരുടെ സർവീസ് മോശമായതുകൊണ്ട് പിന്നെ എന്തായാലും ഇത് വേണ്ട, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫ്രിഡ്ജും കേടായി. അപ്പം ഇനി നമ്മളൊരു കമ്പനി മാറ്റി പിടിക്കുക എന്നുള്ള നിലക്ക് സാംസങ് നന്നായതുകൊണ്ടല്ല, സാംസങ് വാങ്ങാന്നുള്ള ഒരു രീതിയിൽ പോയി സാംസങ്ങിന് വില ചോദിച്ച സമയത്ത് അവിടുത്തെ സെയിൽസ്മാന് നിങ്ങൾ എന്താ LG വാങ്ങാതെ, LGക്ക് നല്ല ഓഫറുണ്ട്, LG തന്നെ വാങ്ങിച്ചോളി. അപ്പം ഞാൻ അങ്ങനെ സർവീസിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞപ്പം അത് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് നിങ്ങൾ എടുക്കുന്നിടത്തുള്ള പ്രശ്നമാണ്, അതിന് സപ്പോർട്ടില്ല കഴിഞ്ഞിട്ടാണ്. ഇത് ഫുള്ളി ജിമാർട്ട്, നന്ദിലത്ത് ജിമാർട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ നമ്മളെ വിളിച്ചാൽ നിങ്ങൾ കമ്പനിക്ക് വിളിക്കേണ്ട പോലും ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് LG ഫ്രിഡ്ജ് വാങ്ങിപ്പിക്കുക. ആ ഫ്രിഡ്ജ് ഞാൻ വാങ്ങി കൊണ്ടുപോയി അവർ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 65,000-75,000 രൂപയുടെ ഒരു ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വാങ്ങിയത്. അത് ഒരു ആഴ്ച അവർ വന്ന് അതിൻ്റെ ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സാധനം കേടായി, തണുക്കുന്നില്ല. നമ്മൾ തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അവരെ നമ്മൾ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. അവർ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നന്ദിലത്തിൽ വിളിച്ചപ്പോൾ അവർ അപ്പം തന്നെ ഫോണെടുത്തു, ആളെ വിട്ടു. ആൾ വന്ന് ഇത് ഞാനല്ല, പിന്നെ വേറെ ആൾ വിടാമെന്ന്, പിന്നെ വേറൊരാൾ വിട്ടു. അയാൾ വന്നിട്ട് പിന്നെ ഇതിന് ഇന്ന സംഗതികളാണ്, അത് വന്ന് റെഡിയാക്കിയാൽ ശരിയാവും, അതിൻ്റെ കോൺഫിഗറേഷൻ, അതായത് അതിൻ്റെ സെറ്റിങ്സ് റെഡി ആവാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ശരിയാക്കി പോയി. ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ഇതേപോലെ തന്നെ സാധനങ്ങൾ കേടുവരാൻ തുടങ്ങി. അതിൽ വെക്കുന്ന സാധനം മുഴുവൻ അയക്കായി പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വരെ വിളിച്ചു. അപ്പോൾ ഇവർ വന്നിട്ട് പിന്നെ പറഞ്ഞു അത് നമ്മൾ വേറൊരാളെ വിടാം എന്ന് പറയാണ്ട് പോയി. അപ്പോൾ ഇതിന് ഞാനും കുടുംബവും ഗൾഫിലേക്ക് പോയി. പിന്നെ ഇവർ വിളിച്ചിട്ടുണ്ടാവാം. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ പല പ്രാവശ്യം ഇവർ വന്ന് പോവും. ഓരോരുത്തർ പറയും അത് മാറ്റണം, ഇത് മാറ്റണം, ഇത് ശരിയാക്കിയിട്ടുണ്ട്, അത് ശരിയാക്കിയിട്ടുണ്ട്, ബോർഡ് പോയതാണ്, ഇങ്ങനെ പറഞ്ഞ് കുറേ അതും ഇതും ശരിയാക്കും. പക്ഷേ നമുക്ക് ആ ഒരു ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1 വർഷം കുറച്ച് കാലം ഈ ഫ്രിഡ്ജിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം മുഴുവൻ കേടുവന്ന് പോട ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം, ഒന്നുകിൽ നമ്മൾ ആദ്യം ഇവരോട് ആവശ്യപ്പെട്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റിത്തരണം, നമ്മൾ പുതിയൊരു സാധനം വാങ്ങിച്ചതല്ലേ, അത് നിങ്ങളെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ഈ LG വാങ്ങിക്കുന്നത്, LG വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഗ്യാരണ്ടിയിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയോട് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കമ്പനിയായിട്ടും നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ കമ്പനി അവർ വിളിച്ചിട്ട് അല്ലാതെ ഞങ്ങൾ സർവീസ് ചെയ്യും, അത് നിങ്ങൾ വന്ന സമയം വൈകിപ്പോയി. ഞാൻ പറഞ്ഞ സമയം എൻ്റെ തകരാറല്ല, നമ്മൾ നിങ്ങളെ അന്ന് തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്തത്, നിങ്ങളിത് നന്നാക്കി എന്ന് പറഞ്ഞാണ്ട് വീണ്ടും ഞങ്ങൾ 1 മാസം തൊട്ടും വീണ്ടും ഇതേ പ്രശ്നം തന്നെ നിങ്ങളോട് പറയും, നിങ്ങൾ വീണ്ടും നന്നാക്കി എന്ന് പറയും. അങ്ങനെ ഇത് നീണ്ടുപോയതാണ്. അങ്ങനെ പിന്നെ നമ്മളിത് ഇവരെ എന്തായാലും ഇത് ശരിയാവില്ല, ഇവർ ഇത് മാറ്റി തരുന്നില്ല, നന്നാക്കിയിട്ടിട്ട് ഇത് ശരിയാവണില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആ ഫ്രിഡ്ജ് ഒഴിവാക്കിയിട്ട് പുതിയ ഒരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് പോയി വാങ്ങി നമ്മൾ ഇതിനൊരു പെറ്റീഷൻ കൊടുക്കുക ചെയ്തത്. കോടതിയിൽ മറ്റേ ഉപഭോക്തൃ തർക്ക ഫോറത്തിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഇപ്പോൾ നമുക്ക് അനുകൂലമായ വിധി വന്നു. ഏകദേശം കോടതി ചെലവടക്കം
1,28,000 രൂപ LGയുടെ കമ്പനിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീലറായ നന്ദിലത്ത് ജിമാട്ട് കോട്ടക്കലും സർവീസ് സെൻ്ററും ഇവർ 3 പേരും കൂടെ അല്ലേ 3 പേരും കൂടെ ഈ 1,28,000 രൂപ അടക്കണം എന്നിപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് കെ മോഹൻദാസൻ, കമ്മീഷൻ അംഗങ്ങളായ സി പ്രീത ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോയമോനു വേണ്ടി അഡ്വക്കേറ്റ് മൂസയാണ് ഹാജരായത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ടെന്ന് കോയമോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NM അൻവർ സാദത്ത്, അൻവർ മാളിയക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.